ഗായ്സ്, അപ്പോൾ എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം കേട്ടോ. അപ്പം ഇന്ന് നമ്മൾ കുറച്ച് പൊതിച്ചോറ് കൊടുക്കുന്ന ഒരു വീഡിയോ ആണ്. അപ്പോൾ എല്ലാവരും ആദ്യം മുതൽ അവസാനം വരെ കാണാൻ മറക്കരുതേ. അപ്പം നമുക്ക് വീഡിയോയിലോട്ട് പോയാലോ. മാമൻ്റെ കെയർ ഓഫിൽ നമ്മൾ 25 ഊണാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. പക്ഷേ നമ്മളുടെ വീട്ടിൽ നിന്ന് നമ്മൾ 5 ഊണ് മാത്രമേ കൊടുക്കുന്നുള്ളൂ. നമ്മളുടെ വീട്ടിൽ നിന്ന് 5 ഊണും പിന്നെ ബാക്കിയുള്ള ബന്ധുക്കളുടെ വീട്ടിൽ നിന്ന് കുറച്ച് ഊണും പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ എല്ലാം കൂടി ചേർത്തിട്ട് 25 ഊണ് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. നമ്മളുടെ ഈ ഒരു പൊതിച്ചോറിൽ എന്തൊക്കെ ഇൻക്ലൂഡഡ് ആണെന്നാണ് അടുത്ത് പറയാൻ പോകുന്നത്. ഇവിടെ പൊതിച്ചോറൊക്കെ ഇങ്ങനെ മടക്കി സെറ്റാക്കി വെക്കുന്നത് അപ്പാപ്പയാണ് കേട്ടോ. ആദ്യത്തെ പൊതിച്ചോറ് തന്നെ ഇതുപോലെ റെഡിയായി വച്ചിട്ടുണ്ട്. ഇനി അടുത്ത പൊതിച്ചോറിലെ റെസിപ്പി ഞാൻ പറഞ്ഞുതരാം. നമ്മളുടെ പറമ്പിൽ തന്നെ ഉള്ള നല്ല പച്ച വാഴയില നോക്കി അതിനെ ഒന്ന് വാട്ടിയെടുത്ത് അതിൽ നല്ല ചൂട് ചോറും പിന്നെ സാമ്പാറും പിന്നെ നാരങ്ങ അച്ചാറും തോരനും ഒക്കെ വെച്ചൊരു കുഞ്ഞു പൊതിച്ചോറാണ് നമ്മൾ റെഡിയാക്കി എടുക്കുന്നത്. ഫസ്റ്റ് തന്നെ നമ്മൾ ആ ഒരു ഇലയിൽ ചോറൊക്കെ വെച്ചിട്ട് പിന്നെ കറികളും നമ്മൾ സെപ്പറേറ്റ് കവറിലല്ല വയ്ക്കുന്നത്. ഈ ഒരു വാഴയിലയുടെ ഒരു പീസ് എടുത്തിട്ട് അതിലാണ് നമ്മൾ വയ്ക്കുന്നത് കേട്ടോ. സാമ്പാർ നമ്മൾ ചോറിലൊഴിച്ചാൽ കറി കിട്ടത്തില്ലല്ലോ എന്ന് കരുതിയിട്ടാണ് നമ്മൾ ഇതുപോലത്തെ കവറിനകത്ത് സാമ്പാർ ഒഴിച്ച് വയ്ക്കുന്നത്. പൊതിച്ചോറെന്നൊക്കെ പറയുമ്പോൾ ഇപ്പോൾ എല്ലാവരുടെ വാക്കകത്തും വെള്ളം ഊറി കാണും. അത്രമേൽ നല്ല ടേസ്റ്റൊക്കെ ഉള്ളൊരു സാധനമാണ്. അപ്പോൾ നമ്മൾ എല്ലാ തവണയും അത്യാവശ്യ അവസരങ്ങളിലും നമ്മൾ പൊതിച്ചോറ് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇന്ന് പൊതിച്ചോറ് കൊടുക്കുന്ന റെസിപ്പിയും പിന്നെ അതിലത്തെ വിശേഷങ്ങൾ നിങ്ങളെ കൂടെ അറിയിക്കാമെന്ന് പറഞ്ഞിട്ടാണ് ഈ ഒരു വീഡിയോ എടുത്ത് അപ്ലോഡ് ചെയ്തിട്ടുള്ളത്. വിശന്നിരിക്കുന്ന വയറുകൾക്ക് ഒരു നേരത്തെ ആഹാരം എന്നുള്ള ആ ഒരു ചിന്തയിൽ നിന്നാണ് നമ്മൾ ഈ ഒരു പൊതിച്ചോറൊക്കെ കൊടുക്കാമെന്ന് വിചാരിച്ചത്. കൂടുതലും നമ്മൾ ഇതുപോലത്തെ ഭക്ഷണങ്ങൾ ആശുപത്രികളിലാണ് കേട്ടോ കൊടുക്കാറ്. അതും അവർക്ക് ഫ്രീ ആയിട്ടാണ് കേട്ടോ നമ്മൾ കൊടുക്കുന്നത്. തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലാണ് കേട്ടോ ഇന്ന് നമ്മളുടെ അടിപൊളിയായിട്ടുള്ള പൊതിച്ചോറ് നമ്മൾ കൊടുക്കുന്നത്. അപ്പോൾ നമ്മൾ പറഞ്ഞിട്ടുള്ള 5 ഊണും നമ്മൾ സെറ്റാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. ഇതൊക്കെ നമ്മൾ കൊടുത്തു വിടുന്നത് മാമൻ്റെ കയ്യിലാണ്. ആ ഒരു മടക്കിയ വാഴയിലേൻ്റെ പുറത്ത് ഇതുപോലെ ന്യൂസ് പേപ്പറൊക്കെ വിരിച്ച് അതും കൂടെ ഒന്ന് കവർ ചെയ്തിട്ടാണ് കേട്ടോ നമ്മൾ കൊടുക്കുന്നത്. അപ്പോൾ നമ്മളിതാ എല്ലാം സെറ്റാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇതൊരു ഉച്ച സമയത്താണ് നമ്മൾ ഊണ് കൊടുക്കുന്നത്. നമ്മൾ രാവിലെ 8 മണിക്കൊക്കെയാണ് കേട്ടോ ഈ ഒരു ഊണൊക്കെ സെറ്റ് ചെയ്തിട്ടുള്ളത്. എന്നാൽ മാത്രമേ നമുക്ക് നേരത്തെ പോയിട്ട് 12 മണിക്കൊക്കെ ഊണ് കൊടുക്കാൻ പറ്റത്തുള്ളൂ. അപ്പോൾ നമ്മളിവിടെ 5 ഊണാണ് സെറ്റാക്കിയിട്ടുള്ളത്. ബാക്കി 3 ഊണ് നമ്മുടെ മാമിയുടെ ചേച്ചി ഉണ്ടാക്കിയതാണ് കേട്ടോ. ആ ഒരു പേപ്പർ വെച്ചത് അഴിഞ്ഞു പോവാതിരിക്കാൻ വേണ്ടിയിട്ട് വാഴനാര് ഉപയോഗിച്ച് നമ്മൾ ഒന്നും കൂടെ ഒന്ന് ടൈറ്റ് ചെയ്ത് കെട്ടുവാണ്. അമ്മാമ്മയുടെയും അപ്പാപ്പയുടെയും പിന്നെ എൻ്റെ അനിയത്തിമാരുടെയൊക്കെ സഹായം കൂടിയിട്ട് നമ്മൾ പെട്ടെന്ന് തന്നെ എല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഓരോരുത്തരുടെ സഹായങ്ങളിൽ ഞാൻ നന്ദി പറയുന്നുണ്ട് കേട്ടോ. നമ്മൾ സെറ്റാക്കി വെച്ചിട്ടുള്ള ആ ഒരു 8 ഊണുകളും നമ്മൾ കെട്ടി സെറ്റാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ നമ്മൾ വലിയൊരു കവറിനകത്ത് സെറ്റ് ചെയ്തിട്ടാണ് മാമൻ കൊണ്ടുപോകാൻ പോകുന്നത് കേട്ടോ. അങ്ങനെ മാമൻ പൊതിച്ചോറുമായിട്ട് ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ. വണ്ടിയിലാണ് കൊണ്ടുപോകുന്നത്. അങ്ങനെ വേറൊരു കവറിനകത്ത് വെച്ചിട്ടാണ് കൊണ്ടുപോകുന്നത്.
ഞാൻ ഈ പൊതിച്ചോറ് കൊടുത്തത് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റിലൂടെ എന്നെ അറിയിക്കണം കേട്ടോ. അപ്പോൾ എല്ലാവർക്കും എൻ്റെ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ആരും സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. താങ്ക് യു ഫോർ വാച്ചിങ്.